സർവകലാശാലകളിലെ സെനറ്റിലേക്ക് RSS അനുകൂലികളെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്തുവെന്നാണ് SFI ആരോപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള RSS പദ്ധതിക്ക് ചുക്കാൻ പിടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ ആരോപിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധങ്ങളും SFI നടത്തിയിരുന്നു. K. സുരേന്ദ്രൻ നൽകുന്ന ലിസ്റ്റാണ് ഗവർണർ സർവകലാശാലകളിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് PM ആർഷോ പറഞ്ഞത്. KSUവിനും MSFനും ഇക്കാര്യത്തിൽ മൗനമാണെന്നും SFI സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ മാധ്യമങ്ങളോട് പ്രകോപിതനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നതാണ് ചർച്ചയാവുന്നത്. ഗവർണർ നോമിനേറ്റ് ചെയ്ത ABVP നേതാവ് റിമാൻഡിലായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകോപിതനായത്. ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. തനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ലിസ്റ്റ് കിട്ടും. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് അത് തുടരാമെന്നും ഗവർണർ പറഞ്ഞു. ഇത്തരം ചോദ്യങ്ങൾ തുടരുകയാണെങ്കിൽ താൻ മാധ്യമങ്ങളെ കാണുന്നത് നിർത്തുമെന്നും താൻ എന്ത് പറയണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമെന്നും ഗവർണർ മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്. One of the nominated members by you is right now in remand for attempt to murder. The SFI president of the state, I do not know about that person. I received recommendations. I do not know these people individually. But the man who is organizing protest against this thing, are you aware that he has 48 cases against him? Sir, he is not. Are you aware? Sir, he is not a Senate member. Oh, he is only organizing protest against your nomination. You nominating somebody in the Senate. That right he has. Person against whom there are 48 cases. What are you talking about? So you are saying that that's not an issue. I'm not saying. I'm not even aware. How can I? Don't try to put words in my mouth. So I can choose better words to give expression to my feeling. Please never say this. Otherwise, I will stop coming to these things. If you behave in this manner, that you are trying to suggest as if I am not in a position to. No. You are saying. Thus, you are saying. Who are you to tell me what I am saying? I'm just asking for clarification. This is no question. Yes. You are trying to pretend as if I am short of words, and you are supplying me words. Just asking to clarify that. Are you aware about that situation? I am reacting only to the last part of your question, not this earlier one. I have already told you I am not aware, and if there is any such thing, then we can see what can be done. Yes, some posters were there in Kerala University, and Vice Chancellor asked to remove, but yet that posters are not removed. That is not important. My only thing is, if somebody comes near my car, I will get down. Otherwise, I know that there is lawlessness. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങളിലാണ് കരിങ്കൊടി കാണിച്ചത്. ചാക്കയിലും ജനറൽ ഹോസ്പിറ്റൽ പരിസരത്ത് വെച്ചുമാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് ഗവർണർ പോകും വഴിയാണ് പ്രതിഷേധമുണ്ടായത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഡിസംബർ 21-ന് ഗവർണർ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടയിലും SFIക്കാർ കരിങ്കൊടി കാണിച്ചിരുന്നു. നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം SFI സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഒക്കെ അവസാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗവർണർ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് കൃത്യമായൊരു മറുപടി മാധ്യമങ്ങളോട് നൽകാനില്ലാത്തത്? കൃത്യവും വ്യക്തവുമായ മറുപടി മാധ്യമങ്ങളോട് പറയുന്നതിന് പകരം അവരോട് കയർക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യമൊന്ന്, ഗവർണറുടെ ഉത്തരം മറ്റൊന്നുമാണ്.